ഒറ്റ ചോദ്യം കൂടി, ഈ റിബേഷ് രാമകൃഷ്ണൻ ഇപ്പോഴും സംഘടനാ പ്രവർത്തനത്തിലൊക്കെ ഉണ്ടോ? ഇത്തരം പരിപാടിയല്ല ഉദ്ദേശിച്ചത്, ശരിക്കുള്ള സംഘടനാ പ്രവർത്തനത്തിലുണ്ടോ? സജീവമാണോ കക്ഷി? ഇപ്പോഴും അദ്ദേഹം സജീവമാണ്. ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോഴും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും പേരാമ്പ്രയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം റെക്കോർഡ് ചെയ്യാൻ മറ്റും കവർ ചെയ്യാൻ പോയപ്പോഴൊക്കെ തന്നെയും റിബേഷ് സ്ഥാനാർത്ഥിക്കൊപ്പവും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ സജീവമായി ഇപ്പോഴും സംഘടനാ പ്രവർത്തന രംഗത്ത്, തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവമാണ് റിബേഷ്. ഏതെങ്കിലും തരത്തിലുള്ള നടപടികളോ കേസുകളോ ഒന്നും റിബേഷിനെയോ അതിനുശേഷം പോസ്റ്റ് ചെയ്ത ആൾക്കാർക്കെതിരെയോ അല്ലെങ്കിൽ പ്രചരിപ്പിച്ചവർക്കെതിരെയോ ഒന്നും എടുത്തില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. അവരിപ്പോഴും സജീവമായി തന്നെ സംഘടനാ പ്രവർത്തനത്തിൽ ഇപ്പോഴും കോഴിക്കോടും വടകരയിലും പേരാമ്പ്രയിലൊക്കെ സജീവമാണ്. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് ഓർക്കുന്നില്ലേ നിങ്ങള്? അതുപോലെ ഈ 2026 പേരാമ്പ്രയിൽ അഡ്വക്കേറ്റ് ഫാത്തിമ ദഹ്ലിയക്കെതിരെ നടത്തിയ വർഗീയ പ്രചരണം നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇതിന് രണ്ടിന് പിന്നിലും റിബേഷ് രാമകൃഷ്ണനാണ് എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പേരാമ്പ്രയിൽ TP രാമകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെയും കീ പോസ്റ്റിൽ ഈ ഡിവൈഎഫ്ഐക്കാരൻ ക്രിമിനൽ റിബേഷ് രാമകൃഷ്ണനാണ് നയിക്കുന്നത്, മുന്നിൽ നിന്ന് നയിക്കുന്നത് എന്നുള്ള തെളിവുകൾ പുറത്തേക്ക് വരികയാണ് അല്ലേ? ഈ പറയുന്ന വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് അത് അന്വേഷിച്ച് ചെന്ന കേരളത്തിന്റെ പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥർ അഥവാ കേരളത്തിലെ പോലീസ് റിബേഷ് രാമകൃഷ്ണനിൽ എത്തിയപ്പോൾ അവിടെ കേസ് അവസാനിപ്പിച്ചു. തെളിവുകൾ കിട്ടുന്നില്ല, കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസ് അവസാനിപ്പിച്ചു. ആ റിബേഷ് രാമകൃഷ്ണൻ പേരാമ്പ്രയിൽ TP രാമകൃഷ്ണന് വേണ്ടി സജീവമാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ, TP രാമകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെ മുന്നിൽ നിന്ന് നയിക്കുന്നത് റിബേഷ് രാമകൃഷ്ണനാണ് എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ, അതിന് നേതൃത്വം കൊടുക്കുന്നത് റിബേഷ് രാമകൃഷ്ണനാണ് എന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ, ഒരു കാര്യം വ്യക്തമാണല്ലോ, കാഫിർ സ്ക്രീൻഷോട്ട് എവിടെ നിന്നാണോ വന്നത് അതുപോലെ ഫാത്തിമ ദഹ്ലിയക്ക് നേരെയുള്ള വർഗീയ പ്രചരണങ്ങളും വന്നിരിക്കുന്നത്, നുണപ്രചരണങ്ങളും വന്നിരിക്കുന്നത് അതേ റിബേഷ് രാമകൃഷ്ണനും സംഘത്തിൽ നിന്നുമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ? ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറി, CPMന്റെ മുതിർന്ന നേതാവ്, കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന സൈബർ ഗുണ്ട, അതുപോലെ ക്രിമിനൽ തെമ്മാടിയായിട്ടുള്ള റിബേഷ് രാമകൃഷ്ണനും സംഘവും അടങ്ങുന്ന സംഘം തന്നെയാണ് ഇപ്പോഴും വടകരയുടെ സമീപ മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ വടകര പാർലമെന്റ് മണ്ഡലം ഉൾക്കൊള്ളുന്ന നിയോജക മണ്ഡലത്തിൽ അത്രയും CPMന് വേണ്ടിയുള്ള തന്ത്രപരമായ നീക്കങ്ങളും പ്രചരണങ്ങളും മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കുകയും അത് പുറത്തേക്ക് വിടുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലേ? നടുവണ്ണൂരിലെ നിസ്രി സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്ത് ഈ പറയുന്ന ആ അനൗൺസ്മെന്റ്, ഫാത്തിമ ദഹ്ലിയക്കെതിരെ പുറത്തു വന്ന ആ അനൗൺസ്മെന്റ് പാർട്ടി പെർമിറ്റ് എടുത്ത് അനുവാദം വാങ്ങി പാർട്ടിയുടെ അനൗൺസ്മെന്റ് പ്രചരണത്തിനായി ഉപയോഗിക്കുന്ന വാഹനത്തിൽ ആ ഒരു റെക്കോർഡ് ചെയ്യപ്പെട്ട അനൗൺസ്മെന്റ് പ്ലേ ചെയ്യിപ്പിക്കണമെങ്കിൽ വളരെ കൃത്യമാണല്ലോ ഈ പറയുന്ന അനൗൺസ്മെന്റ് വന്നിരിക്കുന്നത് ഇവരുടെ പാർട്ടി ആഫീസിൽ നിന്ന് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ലല്ലോ. ഉണ്ടോ? ഒരു തർക്കവും ഇല്ല. ഇപ്പോ ഈ റിബേഷ് രാമകൃഷ്ണനാണ് ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് എന്ന് നമ്മൾ അറിയുമ്പോൾ ഒരു കാര്യം എനിക്കും നിങ്ങൾക്കും സംശയമില്ല, ഉറപ്പായിട്ടും കാഫിർ സ്ക്രീൻഷോട്ട് എവിടെ നിന്നുണ്ടായോ അതേ സോഴ്സിൽ നിന്ന്, അതേ ഇടത്ത് നിന്ന്, അതേ ഉറവിടം ഒന്ന് തന്നെയാണ് രണ്ടിൻ്റെയും എന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം കീഴരിയൂറിലെ ഇപ്പോൾ ഫാത്തിമ ദഹ്ലിയക്കെതിരെ പരാതി നൽകിയ കീഴരിയൂറിലെ സഫീറ നജീബ് എന്നൊക്കെ പറയുന്ന സഫീറ കാര്യാത്ത് കഴിഞ്ഞ ദിവസം ഫാത്തിമ ദഹ്ലിയക്കെതിരെ പരാതി പറഞ്ഞ ഒരാൾ ഈ സഫീറ കാര്യാത്താണ് അല്ലേ? സഫീറ കാര്യാത്താണ് ഫാത്തിമ ദഹ്ലിയക്കെതിരെ പരാതി പറഞ്ഞിരിക്കുന്നത്. ആരാണ് സഫീറ കാര്യാത്ത്? സഫീറ കാര്യാത്ത് കൃത്യമായിട്ട് 2025 കേരളത്തിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന കീഴരിയൂർ പഞ്ചായത്തിലെ 12ാം വാർഡിൽ നിന്നും LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു എന്ന് മാത്രമല്ല, ലീഗിന്റെ സ്ഥാനാർത്ഥിയോട് 500 ചില്ലറ വോട്ടുകൾക്ക് പരാജയപ്പെട്ട വ്യക്തിയാണ് സഫീറ കാര്യാത്ത്. ഇപ്പൊ എന്തെന്ന് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ,
വീട്ടിലിരുന്നു കൊണ്ട് വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നത് പോലെ വീട്ടിലിരുന്നിട്ട് ജനങ്ങളെ തമ്മിലടിപ്പിക്കുവാനുള്ള പണികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സഖാവായാല് എന്ത് ചെറ്റത്തരവും ചെയ്യും എന്നുള്ളത് സഫീറ കാര്യാത്ത് തെളിയിക്കുകയാണ് അല്ലേ? പലർക്കും നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലോ ഏത് പ്രസ്ഥാനത്തിലോ അവരെ പിന്തുണക്കുന്നവരോ എന്നൊക്കെ ആയാലും ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടാകും എല്ലാവർക്കും. എന്നാൽ ഈ സഖാവായി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? അതൊരു ലൈസൻസാ. എന്തിനുള്ള ലൈസൻസ്? എന്ത് തെമ്മാടിത്തരവും ചെയ്യാനുള്ള ലൈസൻസാണ്. അപ്പോൾ ഓഫ് കോഴ്സ് ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് വരുന്നു, അത് കേരളത്തിൻ്റെ പൊതുസമൂഹം തിരിച്ചറിയുന്നു, അത് ചർച്ച ചെയ്യുന്നു. ആ അനൗൺസ്മെന്റ് വലിയ രീതിയിൽ പേരാമ്പ്രയുടെ സമൂഹവും ചർച്ച ചെയ്യുന്നു. പേരാമ്പ്രയിൽ ഇതിനെതിരെ ഇവരുടെ പാളയത്തിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഉയരുന്നു, ചോദ്യങ്ങൾ ഉയരുന്നു. ആ ഘട്ടത്തിലാണ് ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ അതുവരെ പരാതി ഉണ്ടായിട്ടില്ല. അതുവരെ ഫാത്തിമ ദഹ്ലിയ മതം പറഞ്ഞ് വോട്ട് ചോദിക്കുന്നു എന്നുള്ള പ്രചരണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആരും ഒഫീഷ്യലി ഒരു പരാതിയും കൊടുത്തിട്ടില്ല. പക്ഷേ അനൗൺസ്മെന്റിന്റെ ദൃശ്യങ്ങളും അനൗൺസ്മെന്റ് വാഹനത്തിന്റെ ദൃശ്യങ്ങളും അതിൽ പറയുന്ന കാര്യങ്ങളും വ്യക്തമായി കേരള സമൂഹത്തിന്റെ പുറത്തേക്ക് വന്നതോടുകൂടി ലീഗിന്റെ സ്ഥാനാർത്ഥിയോട് 540 വോട്ടിന് തോറ്റ സഫീറ കാര്യാത്ത് പരാതിക്കാരിയായി. അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ സഫീറ കാര്യാത്ത് പരാതിക്കാരിയാകുന്നു. അതേ പേരാമ്പ്രയിൽ TP രാമകൃഷ്ണന് വേണ്ടി പ്രചരണങ്ങൾ നയിക്കുന്നത് റിബേഷ് രാമകൃഷ്ണനാണ് എന്നുള്ളതും വളരെ വളരെ പൊക്കിൾക്കിടി ബന്ധങ്ങളാണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ അല്ലേ? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, കാഫിർ സ്ക്രീൻഷോട്ട് പുറത്തു വന്നു. അത് വലിയ ചർച്ചയാക്കി CPM സൈബർ ഇടങ്ങൾ ചർച്ചയാക്കി എന്ന് മാത്രമല്ല, പരാതി പോയി, അന്വേഷണങ്ങൾ നടന്നു, വർഷം 2 പിന്നിടുന്നു അല്ലേ? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വർഷം 2 കഴിഞ്ഞു. ഈ 2 വർഷം കഴിഞ്ഞിട്ട് മെനിഞ്ഞാന്ന് കൃത്യമായി പറഞ്ഞാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്ന് പ്രചരണങ്ങൾ കൊഴുക്കുന്ന ഘട്ടത്തിൽ പോലീസ് പറയാണ്, ഞങ്ങൾ കേസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം എന്താ? കണ്ടെത്താൻ കഴിയുന്നില്ല. എവിടെ വരെ ചെന്നു നിങ്ങൾ അന്വേഷിച്ചിട്ട്? ഞങ്ങൾ അന്വേഷിച്ച് ചെന്നിട്ട് ആദ്യം ഒരു യൂത്ത് ലീഗുകാരനാണ് എന്ന് പറഞ്ഞിട്ട് യൂത്ത് ലീഗുകാരനെ പൊക്കി. അവൻ്റെ ഫോണ് പരിശോധിച്ചു, ഫോണ് പിടിച്ചു വെച്ചു. 2 വർഷമായി ആ ഫോണ് ഇപ്പോഴും പോലീസിൻ്റെ പക്കലാണ്. ആ കേസ്, ആ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകനെതിരെയുള്ള കേസ് ഇപ്പോഴും നിലനിൽക്കുന്നു. എന്നിട്ട് ആ യൂത്ത് ലീഗുകാരന് ഇത് ചെയ്തു അല്ലെങ്കിൽ ഈ പറയുന്ന സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി എന്നതിനുള്ള യാതൊരു തെളിവുകളുമില്ല. പിന്നെ ആ അന്വേഷണം എങ്ങോട്ടാ പോയത്? ആ അന്വേഷണം പോയത് DYFIയുടെ മേഖലാ സെക്രട്ടറിയായ റിബേഷ് രാമകൃഷ്ണനിലേക്കാണ്. അവിടെ ചെന്നപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കാര്യം മനസ്സിലായി. അവിടെ നിർത്തി. കേസ് അന്വേഷണം വഴിമുട്ടി എന്ന് പറഞ്ഞിട്ട് അന്വേഷണം അവിടെ അവസാനിപ്പിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, വടകരയിൽ ഷാഫി പറമ്പിലിനെതിരെ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതാണെങ്കിലും ഫാത്തിമ ദഹ്ലിയക്കെതിരെ പേരാമ്പ്രയിൽ അനൗൺസ്മെന്റ് ഉണ്ടാക്കി നുണപ്രചരണം നടത്തിയതാണെങ്കിലും ഒക്കെ ഒരൊറ്റ ബുദ്ധിയാണ്. അവിടെ ഉപയോഗിച്ച പദം കാഫിർ എന്നായിരുന്നെങ്കിൽ ഇവിടെ ഉപയോഗിച്ച പദം കൗമ് എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 പദങ്ങളും ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുടെ വായിൽ ഇത്തരത്തിലുള്ള പദങ്ങളൊന്നും അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഒരിക്കലും എവിടെയും വരാറില്ല എന്നുള്ളത് വളരെ 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 പ്രധാനപ്പെട്ടതാണ്. എന്നിട്ട് കൂടി ഈ പ്രാസം ഒപ്പിച്ചുകൊണ്ടുള്ള പല വാക്കുകളും സൃഷ്ടിച്ചെടുത്ത് അതിന് ഇത്തരത്തിലുള്ള തലയിൽ തട്ടമിട്ട ചില മാപ്പിള സഖാക്കളുടെ ഒത്താശയോടുകൂടി പ്രാസം ഒപ്പിക്കാൻ വേണ്ട വാക്കുകളുടെ സംഭാവനകൾ ചെയ്യുന്നത് ഈ സഫീറ കാര്യാത്ത്, സഫീറ നജീബ്, രണ്ടും ഒരാളാ. ഇവരെ പോലെയുള്ള ആളുകളുടെ സംഭാവനയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിൻ്റെയൊക്കെ ഉറവിടം സ്ക്രീൻഷോട്ടിൻ്റെ ആണെങ്കിലും അനൗൺസ്മെൻറ്റിൻ്റെ ആണെങ്കിലും രണ്ടിൻ്റെയും ഉറവിടമെന്ന് പറയുന്നത് ഇവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ കമ്മിറ്റി ഓഫീസാണ്. അതിന് നേതൃത്വം നൽകുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് കേസ് വഴിമുട്ടി എന്ന് പറഞ്ഞിട്ട് പോലീസ് അന്വേഷണം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഒരു കാര്യം ഇവർക്ക് നല്ല വ്യക്തമായിട്ടുണ്ട്, ബോധ്യമായിട്ടുണ്ട്. എന്താണ് ആ ബോധ്യം? ആ ബോധ്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല. ആ ബോധ്യം എന്ന് പറയുന്നത് വലിയ ഒരു തോൽവി, ആ തോൽവി ഇവർ മുന്നിൽ കാണുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അവരുടെ ബോധ്യം എന്ന് പറയുന്നത്. ആ തോൽവി തന്നെയാണ് ഇവരെ ഇത്തരത്തിൽ
പച്ച നുണകൾ പറഞ്ഞുകൊണ്ട് ജനത്തെ കബളിപ്പിക്കുവാനും ജനത്തെ തമ്മിലടിപ്പിക്കുവാനും ഇവിടുത്തെ സോഷ്യൽ ഫാബ്രിക്കിനെ തകർക്കുവാനും ഇവർ ശ്രമങ്ങൾ നടത്തുന്നത്. ഇത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തുടങ്ങിയതാണോ? അല്ല. ഇപ്പൊ തെരഞ്ഞെടുപ്പിന് മുൻപ് എന്തായിരുന്നു അവസ്ഥ? ഇവരുടെ രാജാവ് നുണറായി വിജയൻ ഒരു വിഷസർപ്പത്തെ പാലൂട്ടി തലോടി തൊട്ട് തഴുകി കൊണ്ടു നടക്കുകയായിരുന്നു, വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വർഗീയവാദിയെ. എന്നിട്ട് പിണറായി വിജയൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ പിണറായി വിജയൻ ഈ വെള്ളാപ്പള്ളിയെ കൊണ്ട് പറയിപ്പിക്കും. വെള്ളാപ്പള്ളി നിരന്തരമായിട്ട് കേരളത്തിൻ്റെ സമൂഹത്തിൻ്റെ പൊതുസമൂഹത്തിന് നേരെ വിഷമിങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. ആ വെള്ളാപ്പള്ളി നടേശന് പത്തി അടക്കി ഒരടി പോലും കിട്ടാതെ സംരക്ഷിച്ചു കൊണ്ട് നടന്നത് അത് ഈ പിണറായി വിജയനായിരുന്നു. അപ്പോൾ വിജയൻ മാതൃക കാണിച്ചു കൊടുത്തു. അടിമകൾ അതിപ്പോൾ ഏറ്റുപിടിച്ചിട്ട് അതേ രീതിയിൽ അതേ ലൈനിൽ അതേ വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിനെ തകർക്കാൻ വേണ്ടിയിട്ട്. പരാജയം മുന്നിൽ കാണുമ്പോൾ പച്ചക്ക് വർഗീയത വിളമ്പിയിട്ട് ജനങ്ങളെ തമ്മിലടിപ്പിച്ചിട്ട് ജനങ്ങളുടെ ചോര കുടിക്കുവാനുള്ള കുറുക്കൻ്റെ കൗശല ബുദ്ധിയുമായിട്ടാണ് CPM ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ള വസ്തുത നമ്മൾ മറന്നു പോകരുത്. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ പോളിംഗ് ബൂത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ, ആ EVM മെഷീൻ്റെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ, ജനത്തെ തമ്മിലടിപ്പിക്കാൻ CPM നടത്തിയ വളരെ നിഷ്കരുണം നടത്തിയ അതിക്രൂരമായ അജണ്ട നമ്മുടെ മനസ്സിലുണ്ടാവണം. അല്ലേ? നമ്മൾ കേരളത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഏതൊക്കെ മതത്തിൽ വിശ്വസിച്ചാലും, ഇനി മതമില്ലാത്തവനാണെങ്കിലും എല്ലാം നമ്മൾ വളരെ സാഹോദര്യത്തോടു കൂടി വളരെ സ്നേഹത്തോടു കൂടി ഒരു ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരാ. അപ്പോൾ ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതോ ആ ബന്ധങ്ങൾ തകർത്ത് തമ്മിലടിപ്പിച്ച് ജനത്തെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് ചോര കൂറ്റിയിടിക്കുവാനുള്ള ഒരു ശ്രമമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണല്ലോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ദിവസം തീവ്രവാദികളായും ദേശവിരുദ്ധരായും വർഗീയവാദികളായും രാജ്യദ്രോഹികളായും CPM ചാപ്പ കുത്തിയ ആളുകളെ ഒക്കെ ഇപ്പം ഇങ്ങനെ ചേർത്ത് പിടിക്കുക. എന്തിനാ? ജനത്തെ തമ്മിലടിപ്പിക്കാൻ. ലക്ഷ്യം ഒന്ന് മാത്രം, ജനങ്ങളെ തമ്മിലടിപ്പിക്കണം. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വന്നത് റിബേഷ് രാമകൃഷ്ണൻ ഷാഫിക്കെതിരെ ഇതേ സ്ഥലത്ത് സെയിം സ്ഥലത്ത് ഷാഫിക്കെതിരെ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ വ്യക്തിയാണ് TP രാമകൃഷ്ണൻ്റെ പ്രചരണങ്ങൾ മുന്നിൽ നിന്ന് നയിക്കുന്നത് എന്നുള്ളത് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്.